ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് മാരുതി ഓൾട്ടോ 800 ആണ്. അതിൻ്റെ ക്ലസ്റ്റർ മീറ്റർ ഫോൾട്ടി ആയിട്ടുണ്ട്. ഇത് ഫുള്ള് ഡെഡാണ്. ഇപ്പോൾ ലൈൻ ഞാൻ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് 12 വോൾട്ട് കണ്ടോ. പക്ഷേ 00 മില്ലി ആമ്പറാണ് എടുക്കുന്നത്, വർക്കിംഗ് അല്ല. ലൈൻ ഇവിടെ ലോഡിങ് ആണ് കണ്ടോ. നമുക്കിത് പൊളിച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ ഫോൾട്ട് എന്നുള്ള മദർ ബോർഡിൽ നോക്കണം. ഡിസ്പ്ലേ ഒക്കെ ഉള്ളതാണ്, അത് ഇളക്കി മാറ്റിയെങ്കിലേ നമുക്ക് ഈ ബോർഡിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഇത് ഞാനൊന്ന് പൊളിച്ച് നോക്കട്ടെ. നമ്മളെ ഈ ഗ്ലാസ്, ഈ മീറ്റർ പൊളിക്കാനായിട്ട് ഈ ഗ്ലാസ് നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സൂചി ഇളക്കി മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഈ ഡയൽ പേഡ് അത് ഇളക്കി മാറ്റുക. എന്നിട്ട് ഈ ഡിസ്പ്ലേ ഇളക്കണം. അതുകൊണ്ടോ ഡിസ്പ്ലേ ഇതിൽ കണക്റ്റഡ് ആണ്. ഈ കണക്റ്റായ ഡിസ്പ്ലേ ഇതിൽ നിന്ന് പതുക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ബോർഡിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിലാണ് ഫുള്ള് സാധനങ്ങളിരിക്കുന്നത്. ഐസിയും കാര്യങ്ങളും എല്ലാം ബാക്കിലാണ്. അപ്പോൾ അത് തുടരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇളക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പൊളിക്കുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ലുക്ക്. ഇതിൻ്റെ ഈ പ്രോമും മദർ ഐ സി എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇത് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഊരി മാറ്റണം. കണ്ടോ, ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഡിസ്പ്ലേ നമുക്ക് ഊരി മാറ്റിയെങ്കിൽ മാത്രമേ, ഡിസ്പ്ലേയുടെ സർക്യൂട്ടുകളെല്ലാം ഇവിടെ ഉണ്ട്. അതുണ്ടോ, ഈ ഡിസ്പ്ലേ ഊരി മാറ്റിയിട്ടേ നമുക്ക് ഈ ബോർഡിലോട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 93C66 ഇ പ്രോ മൈക്രോ ഐ സി ആണ്. ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വർക്കല്ല, ഇത് ഓണാവത്തില്ല. ഓണായാൽ തന്നെ ഈ ഡിസ്പ്ലേ ഒക്കെ പല രീതിയിൽ റേഞ്ച് കാണിക്കുക, നമുക്ക് ട്രിപ്പ് ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫോൾട്ടുകൾ. നമുക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് നമുക്കിത് ഓൺ ടേബിളിൽ ഇത് ഓണാക്കി നോക്കാം. ഇതിൻ്റെ കണക്ഷൻസ് ഇവിടെ ഉണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണാവും. ഫ്രണ്ട്സ്, നമ്മളെ മീറ്റർ അങ്ങനെ റിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ലൈൻ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഉണ്ടോ, അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നേരത്തെ ഇത് വർക്കല്ലായിരുന്നു, ഇപ്പോൾ സൂപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഞാൻ മാറിയായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട്. അവിടെ സൂചി ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് അവിടെ നിന്ന് നിൽക്കും സ്റ്റഡിയായിട്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്.